വിശ്വദർശനത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് ജാപ്പി, ഗുഡ് ഈവനിങ്. നമസ്കാരം. നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയി എന്നൊക്കെ അറിഞ്ഞു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾക്കായിട്ട് പങ്കുവെക്കാൻ നിങ്ങളെ ഈ എപ്പിസോഡിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. ആദ്യം തന്നെ ഈ വിശ്വദർശനം യൂട്യൂബ് ചാനലിന് അഭിനന്ദനങ്ങൾ. വളരെ നന്നായി, ഞാനതിപ്പം കുറച്ചായി അത് വാച്ച് ചെയ്യുന്നുണ്ട്. വളരെ നല്ല അവതരണമൊക്കെ, ഒരു പ്രൊഫഷണൽ ടച്ചൊക്കെ വരുന്നുണ്ട്. നന്നായിരിക്കട്ടെ, നന്നായി വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഓസ്ട്രേലിയയിൽ പോയ വിശേഷങ്ങൾ എന്നൊന്ന് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കും. ഈ യാത്രകൾ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു റീജനുവേഷനാണ്. കാരണം നമ്മളുടെ ഒരുപാട് നാടുകൾ കണ്ടാലുള്ള ആ സംസ്കാരത്തിൻ്റെ മാറ്റം, പിന്നെ നമ്മൾക്ക് വരുന്നൊരു ഊർജം, ഇതെല്ലാം നമുക്ക് കിട്ടുന്നൊരു സംഗതിയാണ് യാത്രകൾ. പുസ്തക വായന അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങൾക്കൊരു നല്ലൊരു യാത്ര ചെയ്യാൻ പറ്റി. ഓസ്ട്രേലിയയിൽ പോയി. ഓസ്ട്രേലിയയിൽ തന്നെ പല സ്ഥലങ്ങൾ കണ്ടു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. കാരണം നമ്മൾ ചിത്രങ്ങളിലും ടി വിയിലും മാത്രം കണ്ട് പരിചയിച്ചിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഇത് ഗ്രേറ്റ് ഓഷ്യൻ റോഡ്. ഇടതുവശത്ത് താഴെ പസഫിക് മഹാസമുദ്രം, വലതുവശത്ത് ഉയർന്ന മലനിരകൾ, തെളിഞ്ഞ ആകാശം ഉള്ള ദിവസങ്ങളിൽ ഈ പ്രകൃതി രമണീയമായ കാഴ്ച കാണാം. പ്രകൃതി സൗന്ദര്യം പൂർണ്ണമായും ആവാഹിച്ചെടുത്ത സ്ഥലമാണിത്. ഇവിടെ കടലിൽ വിവിധ ഇനം വിനോദങ്ങളിൽ ഏർപ്പെടുവാനുള്ള സൗകര്യമുണ്ട്. സർഫിംഗ് ഇവിടുത്തെ ഒരു പ്രധാന വിനോദമാണ്. ഐറിസ് ഇൻലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്പ്ലിറ്റ് പോയിൻ്റ് ലൈറ്റ് ഹൗസ് 1981 ഇത് സ്ഥാപിതമായത്. വളരെയധികം കപ്പലപടങ്ങൾ നടന്നതുകൊണ്ടാണ് ഇതിവിടെ സ്ഥാപിച്ചത്. ഈ യാത്രയിൽ കാണേണ്ട മറ്റൊരു സ്ഥലമാണ് ഹോപ്പ് ടൗൺ വെള്ളച്ചാട്ടം. ഇടുങ്ങിയ വഴികളിലൂടെ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ ചെറിയ വെള്ളച്ചാട്ടത്തിൻ്റെ സമീപം എത്തും. മനോഹരങ്ങളായ ജൈവ വൈവിധ്യങ്ങളും ഭീമാകാരങ്ങളായ പന്നൽ ചെടികളുമാണ് ഇവിടുത്തെ പ്രത്യേകത. പ്ലാറ്റിപ്പസ് എന്ന സസ്തനി ഇവിടെ കാണപ്പെടുന്നു. 12 ഡിഗ്രിക്ക് താഴെയാണ് ഇവിടുത്തെ താപനില. ട്രെയിൻ യാത്രയിലെ മനോഹരമായ മറ്റൊരു കൗതുകമാണ് ഈ കങ്കാരുക്കൂട്ടങ്ങൾ. റോഡ് നിറയെ അരികിലും ആളൊഴിഞ്ഞ പ്രദേശങ്ങളിവയെ കൂട്ടമായി കാണാം. ചില സ്ഥലങ്ങളിൽ കങ്കാരുക്കളെ വളർത്തുകയും സഞ്ചാരികൾക്ക് അവയ്ക്ക് ഭക്ഷണം കൂട്ടുകയും ചെയ്യാം. ഈ യാത്രയിൽ ഞങ്ങൾ കണ്ട മറ്റൊരത്ഭുതമാണ് പസഫിക് മഹാസമുദ്രത്തിലെ 12 അപ്പോസ്റ്റൽസ്. പ്രകൃതിദത്തമായ ഭീമാകാരങ്ങളായ 12 ചുണ്ണാമ്പുകൽ സ്തൂപങ്ങൾ ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണെന്നാണ് ഇവിടെയുള്ള അടുത്തുള്ള ആൾക്കാർ പറയുന്നത്. ഇപ്പോൾ അതിൽ 7 സ്തൂപങ്ങളെ ബാക്കിയുള്ളൂ അത്രേ. ബാക്കിയൊക്കെ കാലങ്ങൾ മായ്ച്ചു കളഞ്ഞതായിരിക്കാം. എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരങ്ങളായ കാഴ്ചകളാണ്. ഞങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിറഞ്ഞു നിൽക്കുന്ന ഈ കാഴ്ചകൾ. ഞങ്ങൾ അവിടുത്തെ സൂര്യാസ്തമയം കൂടി ആസ്വദിച്ച ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയത്. മനസ്സിനിണങ്ങിയ ഒരു യാത്ര. ഇനി നമുക്കിതിൻ്റെ ബാക്കി അടുത്ത ഒരു എപ്പിസോഡിൽ കൂടിയിട്ട് നമുക്ക് ബാക്കി കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. ഗുഡ് ബൈ.